അവൻ ഉറക്കച്ചടവോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോയി. ചാരു ബാൽക്കണിയിൽ അവൻ വരുന്നതും നോക്കിയിരുന്നു. ആ സമയമായിരുന്നതുകൊണ്ട് അവിടെയൊന്നും ഒരു കടകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോ റോഡ് സൈഡിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു തട്ടുകടയും അതിനു ചുറ്റും കുറച്ച് ആളുകളും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അവിടെ വണ്ടി നിർത്തി. 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം പോയി പരിചയമുള്ള അവന് അവിടുത്തെ പരിസരവും മറ്റും കണ്ടിട്ട് ഒരു അതൃപ്തി തോന്നിയെങ്കിലും ചാരുവിന്റെ നിഷ്കളങ്കമായ മുഖമോർത്തപ്പോ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും മസാല ദോശയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അവന്റെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടതും ചാരുവിന്റെ കണ്ണുകൾ തിളങ്ങി. ഗർഭിണിയായ സ്ത്രീയുടെ കൊതികൾക്ക് ഇത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് അവളെ അത്ഭുതപ്പെടുത്തി. മസാല ദോശയുടെ പൊതിയുമായി കടന്നു വരുന്ന അവന് നേരെ ചാരു വേഗത്തിൽ പോയി അവന്റെ കൈകളിൽ നിന്നും ആ പൊതി വാങ്ങിയ ആർത്തിയോടെ ടേബിളിൽ വെച്ച് അതിന്റെ കെട്ടഴിക്കാൻ തുടങ്ങി. മിഠായിക്ക് വാശി പിടിച്ചത് കിട്ടിയ കുഞ്ഞിനെ പോലെയുള്ള അവളുടെ പെരുമാറ്റം ഒരു ചെറു ചിരിയോടെ അവൻ നോക്കിക്കൊണ്ട് നിന്നു. പക്ഷേ പൊതി കെട്ടഴിച്ച് മസാല ദോശയുടെ ഗന്ധം അവൾ ശ്വസിച്ചതും ചാരുവിന് മനം പുരട്ടാൻ തുടങ്ങി. അവൾ വാ പൊത്തി പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. പുഞ്ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന ദേവിന്റെ ചുണ്ടിൽ നിന്നും പതിയെ പുഞ്ചിരി മാഞ്ഞു. അവൻ വേഗം തന്നെ അവൾക്ക് പിറകെ പോയി. ഛർദിച്ച് ക്ഷീണിതയായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലിരുത്തി. എന്താ കഴിക്കുന്നില്ലേ? അവന്റെ തോളിൽ തളർന്നു കിടക്കുന്ന ചാരുവിനോട് ദേവി ചോദിച്ചു. എനിക്ക് വേണ്ട, അവൾ നിസ്സഹായതയോടെ പറഞ്ഞു. ദേ പെണ്ണെ, മര്യാദക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നെന്നെ വിളിച്ചുണർത്തി ഈ നാട് മുഴുവൻ ചുറ്റിച്ച് മസാല ദോശ വാങ്ങിപ്പിച്ചിട്ട് ഇപ്പൊ വേണ്ടാന്നോ? നീ ഇത് മുഴുവൻ കഴിച്ച് കല്യാണക്കുറയും കാണിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. ദേവ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ മനഃപൂർവ്വമല്ലല്ലോ. അച്ചോ, എനിക്ക് വിഷമായോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. കുഞ്ഞാ, നീ ഇങ്ങനെ അമ്മനെ ബുദ്ധിമുട്ടിക്കല്ലേ, അമ്മ പാവല്ലേ. അവൻ അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഒരച്ഛന്റെ സ്നേഹവും ഒരു ഭർത്താവിന്റെ കരുതലും ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടു വന്നതാ, അത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കഴിക്കട്ടെ. അവൻ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. ചാരു മൂക്ക് കൈകൊണ്ട് അമർത്തി പിടിച്ച് അവിടെ കിടന്നു. അന്ന് രാത്രി ഉറങ്ങാൻ വൈകിയിരുന്നത് കൊണ്ട് അടുത്ത ദിവസം രണ്ടുപേരും വൈകിയാണ് എഴുന്നേറ്റത്. ഓഫീസിൽ പോകുന്നില്ലേ? ഉണർത്തിയിട്ടും അവളുടെ അവിടത്തു നിന്നും എഴുന്നേൽക്കാതെ കിടക്കുന്ന ദേവിനെ നോക്കി ചാരു ചോദിച്ചു. ഇല്ല, ഞാനിന്ന് ലീവാ. എന്തു പറ്റി? ഇന്നലെ രാത്രിയിലെ ക്ഷീണം കൊണ്ടാണോ? ഹേയ്, അതൊന്നുമല്ല. നീ ഗർഭിണിയായതു മുതൽ വയ്യാത്തത് കൊണ്ട് ഈ വീടിന്റെ ഉള്ളിൽ തന്നെയല്ലേ, പുറത്തെവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോ ഇന്ന് നിന്നെയും കൊണ്ട് ഒന്ന് പുറത്തു പോവാന്ന് കരുതി. ഓ, ഞാൻ പറയാതെ തന്നെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോ, ചാരു മനസ്സിലോർത്തു. വേഗം കുളിച്ച് റെഡി ആയിക്കോ, എന്നാ പിന്നെ താഴേക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോവാലോ. അവനത് പറഞ്ഞതും ചാരു കട്ടിലിൽ നിന്നും വേഗം എഴുന്നേറ്റു. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വണ്ടിയെടുത്ത് നേരെ മാളിലേക്ക് പോയി. വാ ഇറങ്ങ്. സീറ്റിൽ നിന്നും ഇറങ്ങാതെ ഇരിക്കുന്ന ചാരുവിനോട് ദേവി ചോദിച്ചു. എന്താ ഇവിടെ? നീ ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങ്, ഇവിടെ എല്ലാ തരം കടകളുണ്ടാവും. നിനക്കെന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് വാങ്ങിക്കോ. ഡ്രസ്സോ ഓർണമെന്റ്സോ മറ്റെന്തെങ്കിലും ആക്സസറീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇതൊക്കെ വാങ്ങാൻ അതിന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും വരുന്നില്ലല്ലോ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പാടുള്ളൂന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ വേണമെന്ന് തോന്നുമ്പോ വാങ്ങാനുള്ളതാ. എനിക്കിപ്പോ ഒന്നും വേണ്ട. അവിടെ റൂമിൽ ഷെൽഫിലുള്ള പകുതി മുക്കാലും സാധനങ്ങൾ തന്നെ ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടില്ല. നീ വാ. അവൻ അവളെ കൊണ്ട് നേരെ ഒരു ജ്വല്ലറി കടയിലേക്ക് കയറി. അവനെ കണ്ടതും കടയിലുള്ള മാനേജർ വന്ന് അവരെ സ്വീകരിച്ചു. സ്പെഷ്യൽ റൂമിലേക്ക് ഇരുത്തി. ദേവിനോട് അയാൾ എന്തൊക്കെയോ സംസാരിച്ചു. സാധനം റെഡിയല്ലേ? യെസ് സർ, ദാ ഇപ്പൊ കൊണ്ടുവരാം. അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചാരുവിന് മനസ്സിലായില്ല. അവൾ അത് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാനേജർ ഒരു ബോക്സുമായി അവിടേക്ക് വന്നത്. അയാൾ അത് അവൾക്ക് നേരെ നീട്ടിയതും ചാരു ഒന്ന് അമ്പരന്നു. അവൾ ദേവിനെ നോക്കി. നിനക്കുള്ളത് തന്നെയാ, വാങ്ങിക്കോ. അവൾ ആ ബോക്സ് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി അത് തുറന്നു. അവളുടെ പേരെഴുതിയ ഒരു മനോഹരമായ സ്വർണ്ണ നെക്ലേസ് ആയിരുന്നു അത്. അതിന്റെ ഇരു തലക്കിലും ഹാർട്ട് ഷേപ്പിൽ ഡയമണ്ട് പതിപ്പിച്ചിരുന്നു. ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഒത്തിരി ഇഷ്ടായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവൾ അതിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. നിന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ അറിയാം. പറയ്.
ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുള്ളത് നന്ദുവിനോടല്ലാതെ ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ. നന്ദു അവളാണോ നിങ്ങളോട് പറഞ്ഞേ? ആ അതെ, ഒരു ദിവസം എന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതിന്റെ ഇടയിൽ അവൾ അറിയാതെ പറഞ്ഞു പോയതാ. ഓ, അത് ഓർത്തു വെച്ച് ഇപ്പോ ഇത് വാങ്ങിത്തരാൻ കാരണം ഇങ്ങനെയെല്ലാം ചെയ്താ എന്നോട് കാണിച്ച തെറ്റിനുള്ള പരിഹാരമാവെന്ന് കരുതിയാണോ? അല്ല, എന്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നേ. അപ്പോ ഈ സമയം നിന്നെ ഏറ്റവും സന്തോഷവതിയായി വെക്കേണ്ടത് എന്റെ ബാധ്യതയല്ലേ? അവൾ ആ നെക്ലേസ് ബാഗിൽ വെക്കാനൊരുങ്ങി. എന്തിനാ ഇനി അത് ബാഗിൽ വെക്കുന്നേ? ഇങ്ങത്താ, ഞാൻ ഇട്ടുതരാം. അവനത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴുത്തിൽ ഇട്ടുകൊടുത്തു. അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് അതെന്ന് തോന്നി അവൾക്ക്. അവൾക്ക് ആവശ്യമുള്ള നട്സും മറ്റും വാങ്ങി അവർ അവിടെ നിന്നും ഇറങ്ങി നേരെ ബേസിലേക്ക് പോയി. അതെ, നാളെയാണ് സ്കാനിങ്ങിന് പോകാനുള്ള ദിവസം. നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? എല്ലാ പ്രാവശ്യത്തെയും പോലെ പറ്റില്ല എന്ന് പറയരുത്. നമ്മുടെ കുഞ്ഞിനെ കാണാൻ കഴിയുന്ന ആദ്യത്തെ സ്കാനിങ് ആണ്. ആ, നാളെയാണല്ലേ സ്കാനിങ്? എനിക്കതിന്റെ ഓർമ്മയില്ലായിരുന്നു. നാളെ എന്തായാലും ഞാൻ വരും. കുഞ്ഞിനെ കാണാൻ ഞാനും കൊതിച്ചിരിക്കുവല്ലേ. കുറച്ചു സമയം അവിടെ ചിലവഴിച്ച ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ചാരു നേരത്തെ തന്നെ എഴുന്നേറ്റു. തന്റെ കുഞ്ഞിനെ സ്ക്രീനിലൂടെയാണെങ്കിലും ആദ്യമായി കാണാൻ പോകുന്നതിന്റെ എല്ലാ ആകാംക്ഷയും അവരുടെ ഉള്ളിലുള്ള അമ്മയിലുണ്ടായിരുന്നു. 11 മണിക്കാണ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നതെങ്കിലും 9 മണിയാവുമ്പോഴേക്കും ചാരു എല്ലാ പണികളും കഴിച്ച് റെഡിയായി നിന്നിരുന്നു. വേഗം റെഡി ആയിക്കേ. എന്റെ ചാരു, സമയം 9 ആയിട്ടുള്ളൂ. എന്തിനാ ഇപ്പൊ തന്നെ പോകുന്നേ? അത് സാരമില്ല, കുറച്ച് നേരത്തെ ഇറങ്ങാം. അവളുടെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോ പിന്നെ അവൾ മറുത്തൊന്നും പറയാൻ നിൽക്കാതെ വേഗം റെഡിയായി. അതിനിടയിലാണ് ദേവിന്റെ ഫോണിലേക്ക് ഈഷയുടെ കോൾ വരുന്നത്. അവൻ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഹലോ ദേവ്, ഞാൻ നിന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. എന്താ ഇഷ, എന്തു പറ്റി? പരിഭ്രമത്തോടെയുള്ള അവരുടെ പറച്ചിൽ കേട്ട് അവനും ഭയന്നു. കാര്യമല്ലല്ലോ, ഇവിടെ വന്നിട്ട് പറയാം. നീ വേഗം ഇവിടേക്ക് വാ. അത്രയും പറഞ്ഞ ഈശ ഫോൺ കട്ടാക്കി. അവൻ പരിഭ്രാന്തിയോടെ അവളുടെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? ദേവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ വേഗം തന്നെ റൂമിലേക്ക് പോയി കാറിന്റെ കീ എടുത്തു. എന്താ, എന്തു പറ്റി? നിങ്ങൾ എവിടേക്കാ പോകുന്നേ? എനിക്കൊരു എമർജൻസി ആയിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്. അല്ല, അപ്പൊ ഹോസ്പിറ്റലിൽ പോവണ്ടേ? ആ, 11 മണിക്കല്ലേ, അപ്പോഴേക്കും ഞാൻ ഇങ്ങ് എത്തിക്കോളാം. അവൻ പോയതും അവന്റെ സ്ക്രീനിൽ തെളിഞ്ഞ ഇഷയുടെ പേര് അവളുടെ മനസ്സിലേക്ക് വന്നു. എങ്ങനെയാണാവോ ഒരേ സമയം അയാൾക്ക് എന്നെ സ്നേഹിക്കുവാനും അവഗണിക്കുവാനും കഴിയുന്നത്? ദേവ് വളരെ വേഗത്തിൽ തന്നെ കാർ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടു. അവിടെ എത്തി വാതിൽ തുറന്നതും ഇഷ പാർട്ടി പോപ്പർ പൊട്ടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു. അവിടെ ആകെ അവൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിളിൽ ഒരു വലിയൊരു കേക്കും. എന്താ ദേവാ ഇങ്ങനെ അന്തളിച്ച് നിൽക്കുന്നേ? അല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലെങ്കിലും എന്റെ ജീവനായ നിന്റെ ജന്മദിവസം എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചു? ഗസ്റ്റ് ഹൗസിന്റെ ചാവൻ എനിക്ക് എവിടുന്നാ കിട്ടിയേ? അത് ഞാനാ കൊടുത്തേ. അവിടെ മാറി നിൽക്കുകയായിരുന്നു പ്രദീപിനെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എവിടെ ഉണ്ടായിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ ദേവ്. പ്രദീപ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നരനെവിടെ? അവൻ വന്നില്ലേ? ഹേ, അവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇതെല്ലാം മിഷയുടെ പ്ലാൻ ആയതുകൊണ്ട് അവൻ സമ്മതിക്കില്ല. എന്തായാലും വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇവള് വിളിച്ചപ്പോ ഇനി ഇവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമെന്നോർത്ത് ഓടിക്കിതച്ചു വന്നതാ ഞാൻ. മതി സംസാരിച്ചോണ്ട് നിന്നേ, വാ കേക്ക് മുറിക്കാം. അവൾ അവന്റെ കൈ പിടിച്ച് കേക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇഷ അവന് നല്ല വിലപിടിപ്പുള്ള ഒരു വാച്ചും ഗിഫ്റ്റായി നൽകി. വാവ്, ഇറ്റ്സ് അമേസിംഗ്. അവനത് പറഞ്ഞതും അവളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ പോവാൻ അവനെ ചാരു കാത്തിരിക്കുന്ന കാര്യം അവൻ മറന്നേ പോയിരുന്നു. സമയം 11 മണി കഴിഞ്ഞല്ലോ. ഈശ്വര, ഇയാൾ എവിടെ പോയി കിടക്കുക? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കൊന്നുമില്ലല്ലോ. ചാരു മുറിയിൽ കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ പോകുന്നതിന് മുന്നേ അവന്റെ ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ ഇഷ എന്ന പേര് ഓർക്കുന്തോറും അവൾക്ക് ദേഷ്യം കൂടി വന്നു. കാമുകിയുടെ കൂടെ സല്ലപിക്കാൻ പോയതായിരിക്കും. അതിനേക്കാൾ പ്രധാനമല്ലല്ലോ ഇത്. ഇനിയും അയാളെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ചാരു കട്ടിലിൽ കിടന്നിരുന്ന ഹാൻഡ് ബാഗും എടുത്ത് ലിഫ്റ്റിൽ താഴേക്കിറങ്ങി. തുടരും.